ഹല്ലേലൂയ, പ്രൈസ് ലോർഡ്. ദൈവത്തിന് സ്തോത്രം. എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവ് യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. എല്ലാവരെയും ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കേണ്ട ഒരു പ്രഭാതം കൂടെ കർത്താവ് നമുക്ക് ദാനമായി തന്നല്ലോ. എല്ലാവരും ക്ഷേമത്തോടും സുഖത്തോടും സന്തോഷത്തോടും കൂടി ആയിരിക്കുമെന്ന് വിശ്വസിക്കുന്നു. എല്ലാവരെയും ദൈവം സമൃദ്ധിയായി അനുഗ്രഹിക്കട്ടെ. ദൈവകൃപ കൊണ്ട് എല്ലാവരെയും നിറയ്ക്കട്ടെ. ദൈവത്തിന് സ്തോത്രം. കഴിഞ്ഞ ദിവസങ്ങൾ ചിന്തിപ്പാനായിട്ടിടയായി പ്രാർത്ഥനയുടെ ചില കാര്യങ്ങളെക്കുറിച്ച് പറയുവാനായിട്ട് ദൈവവചനത്തിൽ നിന്ന് നമുക്ക് ചിന്തിച്ചു. ദൈവത്തിന് സ്തോത്രം. ഇന്ന് അതിന് തുടർമാനമായിട്ടൊരു വാക്യം വായിപ്പാൻ ഞാൻ ആഗ്രഹിക്കുന്നു. 1 യോഹന്നാൻ 5-ാം അധ്യായം അതിൻ്റെ 14-ാം വാക്യം വായിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. 1 യോഹന്നാൻ്റെ ലേഖനം 5-ാം അധ്യായം അതിൻ്റെ 14-ാം വാക്യം. ദൈവത്തിന് സ്തോത്രം. അവിടെ ഇങ്ങനെ കാണുവാൻ കഴിയുന്നു. 5:14. ദൈവത്തിന് സ്തോത്രം. അവൻ്റെ ഇഷ്ടപ്രകാരം നാം എന്തെങ്കിലും അപേക്ഷിച്ചാൽ അവൻ നമ്മുടെ അപേക്ഷ കേൾക്കുന്നു എന്നുള്ളത് നമുക്ക് അവനോടുള്ള ധൈര്യമാകുന്നു. കഴിഞ്ഞ ദിവസം നമ്മൾ ചിന്തിച്ചു, മടുത്തു പോകാതെ പ്രാർത്ഥിക്കുക, ലജ്ജ കൂടാതെ ദൈവത്തിന് സ്തോത്രം മുട്ടുക, ദൈവത്തിന് സ്തോത്രം പ്രാർത്ഥിക്കുക, അത് വിശ്വാസത്തോട് പ്രാർത്ഥിക്കുക, കർത്താവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുക. ദൈവത്തിന് സ്തോത്രം. ഈ കാര്യങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ചിന്തിപ്പാനിടയായി. ഇന്ന് ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ഇങ്ങനെയാണ് ദൈവവചനം പറയുന്നത്, അവൻ്റെ ഇഷ്ടപ്രകാരം നാം എന്തെങ്കിലും അപേക്ഷിച്ചാൽ അവൻ നമ്മുടെ അപേക്ഷ കേൾക്കുന്നു എന്നുള്ളതിന് ഉള്ളത് ഈ നമുക്ക് അവനോടുള്ള ധൈര്യമാകുന്നു. ദൈവത്തിന് സ്തോത്രം. പ്രിയമുള്ളവരെ, നമ്മുടെ കർത്താവിൻ്റെ ഇഷ്ടപ്രകാരം ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചാൽ ദൈവത്തിന് സ്തോത്രം. എത്ര പേർക്ക് സന്തോഷമുണ്ടെന്ന് രാവിലെ കാലം എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവരോട് എനിക്ക് പറയുവാനുള്ളത്, നമ്മുടെ കർത്താവിൻ്റെ ഇഷ്ടപ്രകാരം നമ്മൾ പ്രാർത്ഥിക്കണം. ദൈവത്തിന് സ്തോത്രം. എന്തെങ്കിലും അപേക്ഷിച്ചാൽ ദൈവത്തിന് സ്തോത്രം അവൻ നമ്മുടെ അപേക്ഷ കേൾക്കുന്നു എന്നുള്ളത് നമുക്ക് അവനോടുള്ള ധൈര്യമാകുന്നു. ദൈവത്തിന് സ്തോത്രം. നമുക്കറിയാം ദൈവത്തിൻ്റെ ഹിത പ്രകാരം കർത്താവ് നിൻ്റെ ഇഷ്ടം എൻ്റെ മേൽ നിറവേറണമേ എന്ന് പറഞ്ഞുകൊണ്ട് ദൈവസന്നിധി നമ്മൾ പ്രാർത്ഥിച്ചാൽ, അപേക്ഷിച്ചാൽ ദൈവത്തിന് സ്തോത്രം ആ അപേക്ഷ കേൾക്കുന്നു എന്നുള്ളത് നമുക്ക് അവനോടുള്ള ധൈര്യമാകുന്നു. എന്നിട്ട് 15-ാം വാക്യം വായിക്കുന്ന ഇങ്ങനെ, നാം എന്തപേക്ഷിച്ചാലും അവൻ നമ്മുടെ അപേക്ഷ കേൾക്കുന്നു എന്നറിയുന്നുവെങ്കിൽ അവനോട് കഴിച്ച അപേക്ഷ നമുക്ക് ലഭിച്ചു എന്ന് അറിയുന്നതാണ്. ദൈവത്തിൻ്റെ സ്തോത്രം. അപ്പോൾ ഇവിടെ എന്താ പറയുന്നത്? നമ്മൾ ഇഷ്ടപ്രകാരം പ്രാർത്ഥിക്കണം. ഇഷ്ടപ്രകാരം ആദ്യമായിട്ട് നമ്മൾ കണ്ടു, മടുത്തു പോകാതെ പ്രാർത്ഥിക്കുക, ലജ്ജ കൂടാതെ പ്രാർത്ഥിക്കുക, ദൈവത്തിന് വിശ്വാസത്തോട് പ്രാർത്ഥിക്കുക, കർത്താവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുക. ഇവിടെ പറയുകയാണ് കർത്താവിൻ്റെ ഇഷ്ടപ്രകാരം പ്രാർത്ഥിക്കുക. ദൈവത്തിന് എത്ര പേർക്ക് സന്തോഷമുണ്ട്? ഞാൻ എൻ്റെ കർത്താവിൻ്റെ ഇഷ്ടപ്രകാരം ഞാൻ പ്രാർത്ഥിക്കും, കർത്താവിൻ്റെ ഹിതത്തിനനുസരിച്ച് ഞാൻ പ്രാർത്ഥിക്കും. കർത്താവേ, ഹല്ലേലൂയ, നിൻ്റെ ഇഷ്ടം എൻ്റെ മേൽ നിറവേറണമേ എന്ന് പറഞ്ഞുകൊണ്ട് എത്ര പേർക്ക് പ്രാർത്ഥിക്കുവാൻ കഴിയും? പ്രിയമുള്ളവരെ, അതാ ഇവിടെ നമ്മളെ പഠിപ്പിക്കുന്നത്. കർത്താവിൻ്റെ ഇഷ്ടപ്രകാരം നമ്മൾ പ്രാർത്ഥിച്ചാൽ, ദൈവപുത്രൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന നിങ്ങൾക്ക് ഞാൻ ഇത് എഴുതിയിരിക്കുന്നത് നിങ്ങൾക്ക് നിത്യജീവനുണ്ടെന്ന് നിങ്ങൾ അറിയേണ്ടതിന് തന്നെ. എന്നിട്ടാണ് പറഞ്ഞിരിക്കുന്നത്, അവൻ്റെ ഇഷ്ടപ്രകാരം നാം എന്തെങ്കിലും അപേക്ഷിച്ചാൽ അവൻ നമ്മുടെ അപേക്ഷ കേൾക്കുന്നു എന്നുള്ളത് നമുക്ക് അവനോടുള്ള ധൈര്യമാകുന്നു. ദൈവത്തിന് സ്തോത്രം. കർത്താവേ, നിൻ്റെ ഇഷ്ടം എൻ്റെ മേൽ നിറവേറണമേ എന്ന് പറഞ്ഞുകൊണ്ട് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുവാൻ കഴിയുന്നുവെങ്കിൽ ദൈവത്തിന് സ്തോത്രം, നമ്മുടെ പ്രാർത്ഥന കർത്താവ് കേൾക്കും. പ്രിയമുള്ളവരെ, അതിന്മേൽ മറുപടി നമുക്ക് വേണ്ടി ഒരുക്കും, മറുപടി അയച്ച് നമ്മളെ മാനിക്കും. നമ്മളെ മാനിക്കുന്ന ദൈവത്തെയാണ് നമ്മൾ ആരാധിക്കുന്നത്. ഇന്ന് മറന്നു പോകരുത്. എന്നിട്ട് പറയുന്നു, എന്തപേക്ഷിച്ചാലും അവൻ നമ്മുടെ അപേക്ഷ കേൾക്കുന്നു എന്ന് അറിയുന്നുവെങ്കിൽ അവനോട് കഴിച്ച അപേക്ഷ നമുക്ക് ലഭിച്ചു എന്നറിയുന്നു. ദൈവത്തിന് സ്തോത്രം. ഇങ്ങനെ ചിന്തിക്കണം, ഞാൻ എൻ്റെ കർത്താവിനോട് പറഞ്ഞത്, അപേക്ഷിച്ചത് എനിക്ക് ലഭിച്ചു. ദൈവത്തിന് എത്ര പേർക്ക് വിശ്വാസമുണ്ടെന്ന് ഈ രാവിലെ സമയം എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവരോട് എനിക്ക് പറയുവാനുള്ളത്, അവൻ്റെ ഇഷ്ടപ്രകാരം നമ്മൾ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ അത് നമുക്ക് ലഭിക്കും. തീർച്ചയായും. ഹല്ലേലൂയ. അത് കർത്താവ് നമുക്ക് നൽകി തരും. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ ഹല്ലേലൂയ പുറകോട്ടൊന്ന് തിരിഞ്ഞു നോക്കിക്കാട്ട്, എന്തുമാത്രം വിഷയങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കടന്നു വന്നു. നമ്മൾ ദൈവസന്നിധിയെ പ്രാർത്ഥിച്ച് നമുക്ക് മറുപടി ലഭിച്ചില്ലേ? ഹല്ലേലൂയ. മറുപടി ലഭിക്കാതെ ഇരിക്കുന്ന വിഷയങ്ങളുണ്ടെങ്കിൽ, കർത്താവേ, നിൻ്റെ ഇഷ്ടം എൻ്റെ മേൽ നിറവേറണമെന്ന് പറഞ്ഞുകൊണ്ട് ദൈവസന്നിധിയിൽ ഒന്ന് പ്രാർത്ഥിക്കുവാൻ കഴിയട്ടെ. ദൈവത്തിന് സ്തോത്രം. അവിടെ നമുക്ക് കർത്താവ് മറുപടി തരും, യാതൊരു സംശയമില്ല. അതിന് മാർക്കോസിൻ്റെ സുവിശേഷത്തിലേക്ക് ചെല്ലുമ്പോൾ ആരോടെങ്കിലും എന്തെങ്കിലും ഉണ്ടെങ്കിൽ ക്ഷമിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുക. ദൈവത്തിൻ്റെ സ്തോത്രം. മാർക്കോസിൻ്റെ സുവിശേഷം 11-ാം അധ്യായത്തിൽ അത് കിടക്കുന്ന 25-26 വാക്യങ്ങളിൽ, ആരോടെങ്കിലും എന്തെങ്കിലും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ, കർത്താവെ, വാസ്തവമായി എന്നോട് ക്ഷമിക്കണമേ എന്ന് കർത്താവിൻ്റെ സന്നദ്ധിയിൽ പറഞ്ഞ് നമുക്ക് പ്രാർത്ഥിക്കുവാൻ കഴിയട്ടെ. ഹല്ലേലൂയ. അവിടെ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്. ഞാനത് വായിക്കുക. നിങ്ങൾ പ്രാർത്ഥിപ്പാൻ നിൽക്കുമ്പോൾ
സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവ് നിങ്ങളുടെ പിഴകളെയും ക്ഷമിക്കേണ്ടതിന് നിങ്ങൾക്ക് ആരോടെങ്കിലും വല്ലതുമുണ്ടെങ്കിൽ അവനോട് ക്ഷമിപ്പി. ദൈവത്തിന് സ്തോത്രം. ഇങ്ങനെ എഴുതിയിരിക്കുന്ന ആരോടെങ്കിലും വല്ലതുമുണ്ടെങ്കിൽ ദൈവത്തിന് സ്തോത്രം. നമ്മൾ മറന്നു പോകരുത്. പ്രാർത്ഥനയുടെ ആ കാതലായ കാര്യമാണ് ഞാൻ ഈ 2 ദിവസമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ആരോടെങ്കിലും വല്ലതുമുണ്ടെങ്കിൽ അവനോട് ക്ഷമിക്കണമെന്ന്. ക്ഷമിച്ചുകൊണ്ട് ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചാൽ, എന്നിട്ട് അങ്ങനെ നിങ്ങൾ ക്ഷമിക്കാഞ്ഞാലോ സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവ് നിങ്ങളുടെ പിഴകളെയും ക്ഷമിക്കുകയില്ല എന്നാ വളരെ വ്യക്തമായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. നിങ്ങളുടെ പ്രാർത്ഥന കേൾക്കുവാൻ തടസ്സമായിരിക്കുന്ന എന്തെങ്കിലും കുറവശങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ അത് നിരപ്പ് പ്രാപിക്കണം. അന്ന് രാവിലെ എനിക്ക് ദൈവമക്കളോട് പറയുവാനുള്ള, പ്രിയപ്പെട്ടവരോട് പറയുവാനുള്ളത്, നിങ്ങളുടെ ജീവിതത്തിൽ എന്തെങ്കിലും കുറവുകൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ, ആരോടെങ്കിലും എന്തെങ്കിലും പിണക്കമുണ്ടെങ്കിൽ, പകയുണ്ടെങ്കിൽ, അത് കർത്താവേ എന്നോട് ക്ഷമിക്കണമേ എന്ന് പറഞ്ഞുകൊണ്ട് ദൈവസന്നിധിയിൽ അവനോട് ക്ഷമിക്കണമെന്ന്, അവനോട് നമ്മൾ ഹല്ലേലൂയ പകை വെച്ചുകൊണ്ട് നമ്മൾ പ്രാർത്ഥിക്കരുത്. തമ്പുരാൻ കേൾക്കത്തില്ല പ്രിയമുള്ളവരെ. ദൈവത്തിന് സ്തോത്രം. അതിൻ്റെ മേളിൽ അതുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ യാചിക്കുന്നതൊക്കെ ലഭിച്ചുവെന്ന് വിശ്വസിപ്പീൻ, എന്നാൽ അത് നിങ്ങൾക്കുണ്ടാകും. ദൈവത്തിന് സ്തോത്രം. അതിൻ്റെ മേളിലൊക്കെ ഒത്തിരി കാര്യങ്ങൾ പറയുന്നുണ്ട്, അതിലേക്ക് ഞാൻ പോകുന്നില്ല. നിങ്ങൾ വിശ്വാസത്തോടെ ഈ മലയോട് നീങ്ങി കടലിൽ ചാടിപ്പോവുക എന്ന് പറഞ്ഞാൽ അവൻ പറഞ്ഞതുപോലെ സംഭവിക്കുമെന്നാണ് ഇതിനകത്ത് എഴുതിയിരിക്കുന്നത്. എന്താ മല പോലുള്ള പ്രശ്നങ്ങൾ ദൈവത്തിന് സ്തോത്രം ജീവിതത്തിന് നേരെ കടന്നു വരുമ്പോൾ ഹല്ലേലൂയ അത് നീങ്ങിപ്പോകുവാൻ ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചാൽ ഹല്ലേലൂയ അത് അങ്ങനെ തന്നെ നടക്കും. അതിനു മുമ്പ് നമ്മൾ ചെയ്യേണ്ടത്, ആരോടെങ്കിലും എന്തെങ്കിലും കൈപ്പോടിരിക്കുന്നുവെങ്കിൽ ദൈവത്തിന് സ്തോത്രം അവനോട് നമ്മൾ ക്ഷമിക്കണം. ദൈവത്തിന് സ്തോത്രം. ക്ഷമിക്കണമെന്ന് ക്ഷമിച്ചുകൊണ്ട് ദൈവസന്നിധി നമ്മൾ പ്രാർത്ഥിക്കണം. പ്രിയമുള്ളവരെ, കർത്താവ് കേൾക്കും, യാതൊരു സംശയവുമില്ല. ഇവിടെ വളരെ വ്യക്തമായിട്ടാണ് പറഞ്ഞത്. വിശ്വാസത്തോടു കൂടി നമ്മൾ പ്രാർത്ഥിക്കണം. വിശ്വാസത്തോട് ദൈവസന്നിധിയിൽ അടുത്തു വരണം. ഹല്ലേലൂയ. മല പോലുള്ള വിഷയങ്ങളും പ്രശ്നങ്ങളും നമ്മുടെ ജീവിതത്തിന് നേരെ കടന്നു വരും. പ്രിയമുള്ളവരെ, പ്രാർത്ഥിച്ചാൽ, വിശ്വാസത്തോട് പ്രാർത്ഥിച്ചാൽ നീങ്ങിപ്പോകും, യാതൊരു സംശയവുമില്ല. ഇവിടെ പറയുന്നു, ആരോടെങ്കിലും എന്തെങ്കിലും ഉണ്ടെങ്കിൽ ക്ഷമിക്കുക. ക്ഷമിച്ചുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുക. എന്നാൽ നമ്മൾ അങ്ങനെ ചെയ്യാതിരുന്നാൽ പിതാവും ക്ഷമിക്കത്തില്ല. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. നമ്മുടെ പിഴകളെയും ക്ഷമിക്കത്തില്ല. ഹല്ലേലൂയ. അടുത്തതായിട്ടൊരു വാക്യം ഇങ്ങനെ കാണുന്നു. ദൈവത്തിന് യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായം അതിൻ്റെ 7 കാണുന്നു. ദൈവത്തിന് സ്തോത്രം. നിങ്ങൾ എന്നിലും എൻ്റെ വചനം നിങ്ങളിലും വസിച്ചാൽ, നിങ്ങൾ പ്രാർത്ഥിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു വാക്യം പ്രിയമുള്ളവരെ. കർത്താവിൻ്റെ വചനം നമ്മളിൽ വസിക്കണം. കർത്താവ് നമ്മളിൽ വസിക്കണം. എന്നിട്ട് നമ്മൾ ദൈവസന്നിധിയെ പ്രാർത്ഥിച്ചാൽ, ഇങ്ങനെ അവിടെ എഴുതിയിരിക്കുന്നത്, ഹല്ലേലൂയ, ദൈവത്തിന് നിങ്ങൾ എന്നിലും എൻ്റെ വചനം നിങ്ങളിലും വസിച്ചാൽ നിങ്ങൾ ഇച്ഛിക്കുന്നത് എന്തെങ്കിലും അപേക്ഷിപ്പിന് അത് നിങ്ങൾക്ക് ലഭിക്കുമോ. ദൈവത്തിന് സ്തോത്രം. ഇച്ഛിക്കുന്നത്, നിങ്ങൾ പ്രാർത്ഥിക്കുന്നത്, നിങ്ങൾ കരയുന്നത് തീർച്ചയായിട്ടും ലഭിക്കും. എന്താ ചെയ്യേണ്ടത്? ദൈവവചനം നമ്മളിൽ ഉണ്ടായിരിക്കണം. കർത്താവ് നമ്മളിൽ ഉണ്ടായിരിക്കണം. ദൈവത്തിന് സ്തോത്രം. അത് ഏറ്റവും വലിയ ഇമ്പോർട്ടൻ്റ് ആയ കാര്യമാണ് പ്രിയമുള്ളവരെ. വചനമില്ലാതെ, കർത്താവ് നമ്മുടെ ഉള്ളിലില്ലാതെ, സാന്നിധ്യമില്ലാതെ നമ്മൾ പ്രാർത്ഥിച്ചാൽ ഒന്നും ലഭിക്കുന്നില്ല. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ഇന്ന് എനിക്ക് നിങ്ങളോട് രാവിലെ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവരോട് എനിക്ക് പറയുവാനുള്ളത്, എന്നിൽ, ദൈവത്തിന് സ്തോത്രം, അതിൻ്റെ മേളിൽ വായിക്കുന്ന, എന്നിൽ വസിക്കാത്തവനെ ഒരു കൊമ്പ് പോലെ പുറത്ത് കളഞ്ഞിട്ട് അവൻ ഉണങ്ങിപ്പോകുന്നെന്ന് ആ വക ചേർത്ത് തീയിലിടുന്നു. എന്നിൽ വസിക്കാത്തവൻ, ദൈവത്തിന്, അവൻ വെന്തു പോകും. ദൈവത്തിന് വളരെ വചനം പറയുക, എന്നിൽ വസിക്കാത്തവൻ, ദൈവത്തിന് സ്തോത്രം, കൊമ്പ് പോലെ പുറത്ത് കളഞ്ഞിട്ട് അവൻ ഉണങ്ങിപ്പോകുന്നു, ആ വക ചേർത്ത് തീയിലിടുന്നു. അത് വെന്തുപോകും. അതാ, നിങ്ങൾ എന്നിലും എൻ്റെ വചനം നിങ്ങളിലും വസിച്ചാൽ നിങ്ങൾ ഇച്ഛിക്കുന്നത് എന്തെങ്കിലും അപേക്ഷിപ്പിന് അത് നിങ്ങൾക്ക് ലഭിക്കും. വളരെ വ്യക്തമായിട്ട് ദൈവത്തിന് നമ്മളെ പഠിക്കും. എത്ര കാര്യങ്ങൾ പറഞ്ഞു. മടുത്തു പോകാതെ പ്രാർത്ഥിക്കുക, ലക്ഷ്യം കൂടാതെ പ്രാർത്ഥിക്കുക, വിശ്വാസത്തോട് പ്രാർത്ഥിക്കുക, കർത്താവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുക, കർത്താവിൻ്റെ ഇഷ്ടപ്രകാരം പ്രാർത്ഥിക്കുക. ആരോടെങ്കിലും എന്തെങ്കിലും ഉണ്ടെങ്കിൽ ക്ഷമിച്ചുകൊണ്ട് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുക. നിങ്ങൾ എന്നിലും എൻ്റെ വചനം നിങ്ങളിലും വസിച്ചാൽ നിങ്ങൾ ഇച്ഛിക്കുന്നത് ലഭിക്കും എന്ന വചനം നമ്മളെ പഠിപ്പിക്കുന്നത്. പ്രിയമുള്ളവരെ, നമ്മളെ തന്നെ ഏൽപ്പിച്ചു കൊടുത്താണ് വചനത്തിന് മുൻപാകെ. ആരോടെങ്കിലും എന്തെങ്കിലും കയ്പായിട്ടുണ്ടെങ്കിൽ അത് അവനോട് ക്ഷമിച്ചുകൊണ്ട് ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചാൽ, ഹല്ലേലൂയ, ദൈവം നമുക്ക് വേണ്ടി വലിയവ ചെയ്യും. പ്രിയമുള്ളവരെ, അത്ഭുതങ്ങളെ പ്രവർത്തിക്കും. ഇന്ന് രാവിലെ എനിക്ക് നിങ്ങളോട് പറയുവാനുള്ളത്, എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവരോട് എനിക്ക് പറയുവാനുള്ളത്, കർത്താവിൻ്റെ വചനം നമ്മളിൽ വസിക്കട്ടെ. കർത്താവ് നമ്മുടെ ഉള്ളത്തിൽ വസിക്കട്ടെ. ഹല്ലേലൂയ. കർത്താവിന് ഹിതമല്ലാത്ത ഒന്നും ഈ ദിവസങ്ങളിൽ നമ്മൾ ചെയ്യരുത്. കർത്താവിൻ്റെ ഹിതപ്രകാരം ഈ ദിവസങ്ങളിൽ മുന്നേറുവാൻ നമ്മളെ തന്നെ ഒന്ന് ഏൽപ്പിച്ചു കൊടുത്താണ്.
കർത്താവ് നമ്മളെ തീർച്ചയായിട്ടും അനുഗ്രഹിക്കും. ഈ വചനങ്ങളാൽ ദൈവം നമ്മളെ സഹായിക്കട്ടെ. പരിശുദ്ധനായ കർത്താവേ, ഹല്ലേലൂയ. കേൾക്കപ്പെട്ട നല്ല വചനത്തിനായിട്ട് സ്തോത്രം. ഞങ്ങളെ തന്നെ സമർപ്പിക്കുന്നു കർത്താവേ. വലിയ വിടുതൽ ഞങ്ങളുടെ മതി അയക്കണമേ കർത്താവേ. ഈ വചനം ഞങ്ങളുടെ ഉള്ളിൽ ക്രിയ ചെയ്യുവാൻ ഇടയാക്കണമേ കർത്താവ്. നിൻ്റെ വചനം ഞങ്ങളിൽ വസിക്കണം. ഇന്ന് ഈ കർത്താവ് ഞങ്ങളിൽ വസിച്ചാൽ ഇച്ഛിക്കുന്നത് എന്ത് അപേക്ഷിച്ചാലും അത് സാധിക്കുമെന്ന് ദൈവവചനമാണല്ലോ. ഈ ദിവസങ്ങളിൽ കർത്താവ് ആരോടെങ്കിലും എന്തെങ്കിലും ഉണ്ടെങ്കിൽ ക്ഷമിച്ചുകൊണ്ട് ദൈവസന്നിധിയെ പ്രാർത്ഥിക്കുവാൻ ഞങ്ങളെ ഒരുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. വലിയ വിടുതൽ ഞങ്ങളുടെ മതിയായി സമർപ്പിക്കുന്നു, താഴ്ത്തുന്നു, അനുഗ്രഹിക്കണം. എല്ലാവരെയും അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു, താഴ്ത്തുന്നു, അനുഗ്രഹിക്കണം. പ്രാർത്ഥന എടുക്കുക. സ്തോത്രം യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമീൻ.